നമസ്കാരം, സിറ്റിയൂസിലേക്ക് സ്വാഗതം. പൊന്നത്ത് കളരി അക്കാദമി സ്ഥാപിക്കാൻ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയം മാറുന്നുള്ള പിന്തുണയും പരിശ്രമവും ഉണ്ടാവണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ. പൊന്നം ഏഴരക്കണ്ടത്തിന് സമീപം ചേർന്ന പൊന്നം തങ്ങൾ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞ പൊന്നം തങ്കം കൂടുതൽ പൊലിമയോടെ ഈ വർഷവും നടപ്പിലാക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. സംഘാടക സമിതി യോഗം ഇവിടെ രൂപീകരിക്കപ്പെടുന്നു. സംഘാടക സമിതി യോഗം പൂർണ്ണമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പൊലിമ കൂട്ടാനും ഇതിന്റെ മാറ്റു വർദ്ധിപ്പിക്കാനും ജനങ്ങൾ എങ്ങനെ പരമാവധിയിലേക്ക് അണിനിരത്താൻ സാധിക്കും ആ നിലയിലേക്കുള്ള ആലോചനയാണ് ഇതിൽ നടത്തേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. രണ്ടാമത്തെ ഭാഗം, സംസ്ഥാന സർക്കാർ കളരി അക്കാദമിക്ക് വേണ്ടി ഓൾറെഡി ബജറ്റിൽ പണം വകയിരുത്തി. ഈ കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കണം. ഇവിടെ ബജറ്റിൽ പണം വകയിരുത്തിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് തന്നാ തന്നെ അങ്ങ് വന്നോളുമെന്ന ധാരണ നമുക്ക് ആർക്കുണ്ടാകാൻ പാടില്ല. വകയിരുത്തപ്പെട്ട പണം എങ്ങനെ വിനിയോഗിച്ച് കളരി അക്കാദമി സ്ഥാപിക്കാം, അതിൽ നല്ലതുപോലെ നമുക്കെല്ലാം യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളത്. കളരി അക്കാദമി യാഥാർത്ഥ്യമാകുമ്പം ഈ പ്രദേശം ആകെ മാറും. ഇതിന്റെ ഗുണഭോക്താക്കൾ പുണ്യക്കാരാണ്. ഇതിന്റെ ഗുണഭോക്താക്കൾ കതിരൂർ പഞ്ചായത്തുകാരാണ്. ഇവിടെ അനുബന്ധമായി മറ്റ് സംവിധാനങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ തലത്തിലും നാടിന്റെ സമഗ്ര പുരോഗതിക്കാണ് കളരി അക്കാദമി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പൊന്നത്തെ കളരി അക്കാദമിക്ക് വേണ്ടി ഞങ്ങൾ മുൻകൈ എടുക്കുന്നത്, അതിൽ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് നമ്മളുമായി സഹകരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പൊന്നത്ത് കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. കളരി അക്കാദമിക്കായി സ്ഥലം വിട്ടു നൽകുന്നവർ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാവുകയാണ്. അതിനാൽ പരമാവധി സഹകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. കളരി അക്കാദമി യാഥാർത്ഥ്യമായാൽ നാടിന്റെ മുഖച്ഛായ മാറും. ഇത് നാട്ടുകാർക്ക് നേട്ടമുണ്ടാവുമെന്നതിനാൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷനായി. ടി റംല, എ അജയകുമാർ, പൊന്നം കൃഷ്ണൻ, പി ലാവ്ലിൻ, ഹരിദാസ്, കെ രജീഷ്, വിനോദ് പൊന്നം എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി അവസാന വാരം 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് പൊന്നത്തങ്കം നടക്കുക. സംഘാടക സമിതി ഭാരവാഹികളായി പി സനിലിനെ ചെയർമാനായും NP വിനോദ് കുമാറിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.